+2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? മണി റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് നടത്താൻ ആവശ്യമായ ഫിനാൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്താൻ ആവശ്യമായ മണി, അതിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. മണി റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ബിസിനസ് ഫിനാൻസ്. എന്തിനൊക്കെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ആവശ്യമായി വരുന്നത്? ഫിനാൻസ് ഈസ് നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിൽ അവിടെ ഫിനാൻസ് നമുക്ക് ആവശ്യമാണ്. തുടങ്ങി ആ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ടു റൺ ഇറ്റ്, അതോടൊപ്പം തന്നെ അത് മോഡേണൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിസിനസ് ആവശ്യമാണ്. ടു എക്സ്പാൻഡ് ഇറ്റ്, നമുക്ക് അതിനെ കുറച്ചും കൂടെ തുടങ്ങിയതിനു ശേഷം അതിൻ്റെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ സാധ്യമാക്കണമെങ്കിൽ അവിടെ നമുക്ക് ഫിനാൻസ് ആവശ്യമാണ്. ആൻഡ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ്, നമുക്കറിയാം നമ്മളൊന്ന് തുടങ്ങി അതിൻ്റെ ബ്രാഞ്ചുകളെന്നോണം അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളെന്നോണം നമ്മൾ പുതിയ ഭാഗങ്ങൾ, പുതിയ പ്രോഡക്റ്റുകളൊക്കെ തന്നെ അതിനോടനുബന്ധിച്ച് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊത്തിരി ഡൈവേഴ്സിഫിക്കേഷൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബിസിനസ്സിന് എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബിസിനസ് ഫിനാൻസ്, ഫിനാൻസ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ് ആസ് വെൽ ആസ് ദ യൂസേജ് ഓഫ് ഫിനാൻസ്. പണ്ട് കാലങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അത് പ്രൊക്യൂർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനും കൂടി നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ്. നമുക്കതെങ്ങനെ കൃത്യമായ രീതിയിൽ പ്രൊക്യൂർ ചെയ്യാം, അതോടൊപ്പം തന്നെ അത് എങ്ങനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ആ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റും യൂസേജും നമ്മൾ മാനേജ് ചെയ്യുമ്പോഴാണ്, ഫിനാൻസ് മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കൽ കൂടെ പറയാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ് ആസ് വെൽ ആസ് ദ യൂസേജ് ഓഫ് ഫിനാൻസ്. ഇനി ഫോർ ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ് അല്ലേ, എങ്ങനെ നമുക്കത് നല്ല രീതിയിൽ ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഡിഫറെൻറ്റ് അവൈലബിൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആർ ഐഡൻറ്റിഫൈഡ്. നമുക്കറിയാം ധാരാളം സോഴ്സസുകളുണ്ട്, ഫിനാൻസിൻ്റെ ധാരാളം സോഴ്സസുകളുണ്ട്. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ആൻഡ് കമ്പയർഡ് ഇൻ ടേംസ് ഓഫ് ദെയർ കോസ്റ്റ്, അതിൻ്റെ ഓരോന്നും റൈസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് ഓരോ സോഴ്സസിൻ്റെതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് കൂടെ കമ്പയർ ചെയ്യണം. ഇനി അവിടെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, കോസ്റ്റ് എത്രയാണെന്ന് നോക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ റിസ്ക് അസോസിയേറ്റഡ്, ഓരോന്നിലുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കൃത്യമായ രീതിയിൽ നമ്മളതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? അത് എവിടെ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആകും, ഏതൊക്കെ സോഴ്സുകളിൽ നിന്നും നമുക്കത് അവൈലബിൾ ആകും, ദെൻ അതിൻ്റെ കോസ്റ്റ്, ഓരോ സോഴ്സസിൻ്റെയും കോസ്റ്റ് എത്രത്തോളം വരും, അതോടൊപ്പം തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ഫിനാൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊക്യൂർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വളരെ ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തന്നെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്ന ഭാഗം നേരത്തെ നമ്മൾ ഒരു ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ്. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ്.
എങ്ങനെയുള്ള പ്രോസസ്സാണ്? ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? ദ ഫണ്ട് റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഫണ്ട് റിക്വയർമെൻറ്റ്, ആൻഡ് സ്പെസിഫൈ ദ സോഴ്സസ് ഓഫ് ഫണ്ട്. അതോടൊപ്പം തന്നെ ആ ഫണ്ട് റിക്വയർമെൻറ്റ് എത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയണം. എന്ത് പറയണോ? സ്പെസിഫൈ ദ സോഴ്സസ് ഓഫ് ഫണ്ട്. അത് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നും നമുക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തത്. ഒന്ന് പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ്, അല്ലേ? പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ്, എത്രത്തോളം ഫണ്ട് നമുക്ക് ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ ആൻഡ് സ്പെസിഫൈ ദ സോഴ്സസ് ഓഫ് ഫണ്ട്, അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സോഴ്സസുകളിൽ നിന്നും നമുക്കത് അവൈലബിൾ ആകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോഴാണ്, അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ്. ഒന്നും കൂടെ നമുക്കത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട്, ഫണ്ടിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഫണ്ടല്ല, എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ്, എത്രത്തോളം നമുക്ക് ഫണ്ട് വേണമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തോടെ ചെയ്യുന്നു? ആൻഡ് സ്പെസിഫൈ ദ റിസോഴ്സ്, അത് ഏതൊക്കെ റിസോഴ്സസിൽ നിന്നും കിട്ടുമെന്നും കൂടെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഒബ്ജക്റ്റീവ്സാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുള്ളത്. ഏതൊക്കെയാണ് ആ രണ്ട് ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇറ്റ്സ് പോസിബിൾ സോഴ്സസ്. ഒന്ന്, നമുക്ക് ആവശ്യമായ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആക്കുക. ഇറ്റ്സ് പോസിബിൾ സോഴ്സസ്, നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ ലക്ഷ്യം? ടു സീ ദാറ്റ് ദ ഫേം ഡസ് നോട്ട് റൈസ് ഫണ്ട് അൺനെസസറിലി. നമുക്കറിയാം, ഫണ്ട് അനാവശ്യമായ രീതിയിൽ അവിടെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, രണ്ടാമത്തെ ലക്ഷ്യമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ടു സീ ദാറ്റ് ഫേം ഡസ് നോട്ട് റൈസ് ഫണ്ട്. ആ ഫേം എന്ത് ചെയ്യുന്നില്ല? ഫണ്ട് റൈസ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടി? അൺനെസസറിലി, അനാവശ്യ കാര്യങ്ങൾക്ക് ഫണ്ട് അവിടെ റൈസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവിടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രധാനമായിട്ട് എക്സാമിനിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുള്ളത്? ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് എൻഷുവേഴ്സ് ആഡിക്വേറ്റ് ഫണ്ട് ഫ്രം വേരിയസ് സോഴ്സസ്, അല്ലേ? ഇറ്റ് എൻഷുവേഴ്സ്, ഇത് ഉറപ്പ് വരുത്തുന്നു. എന്താണ് ഉറപ്പ് വരുത്തുന്നത്? ആഡിക്വേറ്റ് ഫണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താമെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നു. എവിടെ നിന്ന്? ഫ്രം വേരിയസ് റിസോഴ്സസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഴ്സസുകളിൽ നിന്ന്. അപ്പോൾ ഏതൊക്കെ ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്കറിയാം. ഓൺഡ് ഫണ്ടുണ്ട്, ബോറോഡ് ഫണ്ടുണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇറ്റ് റെഡ്യൂസസ് ദ അൺസർട്ടനിറ്റി അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഇറ്റ് റെഡ്യൂസസ്, ഇത് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. എന്താണ് കുറയ്ക്കുന്നത്? അൺസർട്ടനിറ്റി. നമുക്കറിയാം, ഭാവിയെപ്പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ എന്നാണ് നമ്മൾ പറയുക. അൺസർട്ടനിറ്റി അബൌട്ട് ദി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, ഫണ്ട് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള വേവലാതിയൊക്കെ തന്നെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ഈ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് ഫിനാൻഷ്യൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അല്ലേ? ഇവിടെ ഫിനാൻഷ്യൽ പോളിസീസിനെയും ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സിനെയും ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും, ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റ്. എന്താണ് നാലാമത്തെ പോയിന്റ്? ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു എലിമിനേറ്റ് വേസ്റ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. വേസ്റ്റ് ഓഫ് ഫണ്ട്, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. ഫണ്ട് നമ്മൾ റൈസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ റൈസ് ചെയ്ത ശേഷമൊക്കെ തന്നെ അത് വേസ്റ്റായി പോകുന്ന സാഹചര്യം, വേസ്റ്റ് ഓഫ് ഫണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫണ്ട് റൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? കോസ്റ്റ് വരുന്നുണ്ട്. ആ കോസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ വേസ്റ്റ് ഓഫ് ഫണ്ട്സ് പരമാവധി എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിയും കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റിന് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സ് ആൻഡ് ടു എൻഷുർ ലിക്വിഡിറ്റി.
നമുക്കറിയാം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അല്ലേ. എങ്ങനെയാണ് ഇവിടെ ലിക്വിഡിറ്റിയൊക്കെ ഉറപ്പ് വരുത്തുന്നത്? ഏത് രീതിയിലാണ്? ഇൻഫ്ലോ ഓഫ് ഫണ്ടും ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടും. ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ ഒരു പാരിറ്റി ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് അല്ലേ. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആൻഡ് എൻഷുർ ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിലൂടെ ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ആറാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് സെർവ്സ് ആസ് എ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ. നമുക്കറിയാം ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഇതിന് ഏഴാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ടു മിനിമം. നമുക്കറിയാം ഏത് ടൈപ്പ് ഫിനാൻസ് റൈസ് ചെയ്യാനും എന്താവശ്യമാണ്? അതിന് കോസ്റ്റ് ആവശ്യമാണ്. ആ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ടു മിനിമം. ആ കോസ്റ്റ് ഓഫ് ഫിനാൻസ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? മിനിമം ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ്. എന്താണ് എട്ടാമത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിലെ എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ, ഇത് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? സ്റ്റെബിലിറ്റി. നമ്മുടെ സ്ഥാപനം സ്റ്റേബിളായി, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ സ്റ്റേബിളായി, അതിങ്ങനെ നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ സ്റ്റേബിളായി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം പ്രോഫിറ്റബിളായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ഒമ്പതാമത്തെ ഇമ്പോർട്ടൻസിലെ ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ദ ഫേം ബെറ്റർ പ്രിപ്പയർഡ് ടു ഫേസ് ദ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും നല്ലൊരു പ്ലാൻ ഉണ്ടാകുമ്പോൾ, ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാകുമ്പോൾ, ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വങ്ങളില്ലാതെ ഭാവിയൊക്കെ നമുക്ക് നേരിടുന്നതിന് വേണ്ടി ഇറ്റ് മേക്സ് ദ ഫേം ബെറ്റർ പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർഡായി നിൽക്കുമെന്നുള്ളത്, ഒരു പ്ലാൻ നമുക്കുണ്ടാകുമ്പോൾ കൃത്യമായി ആ പ്ലാനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഭാവിയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആവും. കാരണം നമുക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയും 9ഓളം പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്? അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ, അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ദ പ്രൈമറി എയിം ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്നുള്ളതാണ്. മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്. എന്താ? വെൽത്ത് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്, വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് ദ വെൽത്ത് മാനേജ്മെൻറ്റ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാനേജ്മെൻ്റ് അല്ല, വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്. അപ്പോൾ പ്രൈമറി എയിം ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യാമെന്ന് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ? വിച്ച് ഈസ് റെഫേർഡ് ടു ആസ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ ചുരുക്കി പറയാവുന്നതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയാവുന്നതാണ്. ഇനി ഇവിടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്പനീസ് ഷെയർ ഈസ് ലിങ്ക്ഡ് ടു 3 ബേസിക് ഫിനാൻഷ്യൽ. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും അങ്ങനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് പ്രൈസ്, കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഒരു ബിസിനസ് കൈക്കൊള്ളേണ്ടത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷനിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫിനാൻഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണ്? 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ വെൽത്ത് മാക്സിമൈസേഷൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട ഡിസിഷനാണുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ? ഇവിടെ ഹെഡിങ് ശ്രദ്ധിക്കണം, ഇവിടെ വരുന്ന 3 പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ ഡിസിഷനാണ്. ഫിനാൻഷ്യൽ ഡിസിഷൻ 3 എണ്ണമാണ്. അതിലൊന്നാമത്തെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. രണ്ടാമത്തെ എന്താണ്? ഫിനാൻസിങ് ഡിസിഷനാണ്.
മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിസിഷനാണ്. നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ്സ് ടു ഹൗ ദ ഫേംസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ്സ് ടു ഹൗ ദ ഫേംസ് ഫണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഫേമിൻ്റെ ഫണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ്സ് ടു ഹൗ ഫേംസ് ഫണ്ട്, എങ്ങനെ ഒരു ഫേമിൻ്റെ ഫണ്ടിനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് തീരുമാനം. ആ തീരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Investment decisions can be long-term investment decision or short-term investment decision. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ രണ്ടാമത്തത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇനി ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് മറ്റൊരു പേര് കൂടിയുണ്ട്. നമ്മളിവിടെ ഈ സ്ലൈഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നാണ് അല്ലേ. ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ഇത് രണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിന്ന് വരുന്നത്. നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് ഓൾസോ കാൾഡ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. ഉണ്ടോ, എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് ഓൾസോ കാൾഡ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനിയോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ ബജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റലും, ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിന്നാണ്. അതിൻ്റെ രണ്ട് ഭാഗങ്ങളാണത്. അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഓൾസോ കാൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസിഷൻസ് അബൌട്ട് ദി ലെവൽ ഓഫ് ക്യാഷ്, ഇൻവെൻട്രി, റിസീവ്. നമുക്കറിയാലോ അസറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്ന കറണ്ട് അസറ്റാണ് അല്ലേ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസിഷൻസ് അബൌട്ട് ദി ലെവൽ ഓഫ് ക്യാഷ്, ഇൻവെൻട്രി ആൻഡ് റിസീവബിൾസ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ അല്ലേ, റിസീവബിൾസ് നമ്മൾ നേരത്തെ പഠിച്ച ഭാഗങ്ങളാണ് അതൊക്കെ. ഇൻവെൻട്രി, സ്റ്റോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നു എന്നുള്ളതാണ് ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്താണെന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും, അതേപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്താണെന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും നമ്മളിവിടെ ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയ ഭാഗം എവിടെ നിന്നാണ് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദി ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റുകളാണ് ഇവിടെ എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ക്യാഷ് ഫ്ലോസ് ഓഫ് ദി പ്രോജക്റ്റ്. എന്താ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? ക്യാഷ് ഫ്ലോസ് ആർ ഇൻ ദ ഫോം ഓഫ് എ സീരീസ് ഓഫ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓവർ ദ ലൈഫ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന ക്യാഷ് റെസീറ്റ്സ്, അവിടെ വരുന്ന ക്യാഷ് പേയ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു സീരീസ് അല്ലേ, അതാണ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ ആവാം, ക്യാഷ് ഔട്ട്ഫ്ലോ ആവാം. ആ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഇത് രണ്ടും കൂടെ ആണ് നമ്മളവിടെ എന്തെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോ എത്ര വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ദീസ് ക്യാഷ് ഫ്ലോസ് ഷുഡ് ബി കെയർഫുള്ളി അനലൈസ്ഡ് അല്ലേ. ഈ എമൗണ്ട് എത്രത്തോളം അല്ലേ, എമൗണ്ട് ഓഫ് ദീസ് ക്യാഷ് ഫ്ലോ ഷുഡ് ബി കെയർഫുള്ളി അനലൈസ്ഡ് ബിഫോർ കൺസിഡറിങ് എ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ക്യാഷ് ഫ്ലോ, അതിൻ്റെ ക്യാഷ് റെസിപ്റ്റ്സ് എത്ര വരാം, ക്യാഷ് പേയ്മെൻറ്റ്സ് എത്രത്തോളം വരാം, ക്യാഷിൻ്റെ ഫ്ലോ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഇതേപോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ കൈക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ ആണ്.
നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലും എടുത്തുകൊണ്ട് അതിലെത്രത്തോളം റിട്ടേൺ വരുന്നുണ്ട് അല്ലേ, ദ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം സാധാരണഗതിയിൽ നല്ല റിട്ടേൺ നമുക്കുണ്ടാവുന്ന സമയത്ത് അവിടെ റിസ്ക്കും കൂടാറുണ്ട്. അപ്പോൾ റിട്ടേൺ പറയുന്ന സമയത്തൊക്കെ നമ്മൾ റിസ്ക്കും പറയാറുണ്ട്. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫ്രം ഈച്ച് പ്രപ്പോസൽ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ABC എന്ന് പറയുന്ന 3 പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ഈ ഓരോ പ്രപ്പോസലിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലുമുള്ള നമ്മുടെ റിട്ടേൺ എത്ര ഉണ്ട്, ഓരോന്നിലുമുള്ള റിസ്ക് എത്രത്തോളം വരുന്നുണ്ട് എന്ന് നോക്കിയും കൊണ്ടാണ്, അത് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫ്രം ഈച്ച് പ്രപ്പോസൽ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടു സെലക്ട് എ ബെസ്റ്റ് പ്രപ്പോസൽ. അപ്പോൾ നമ്മുടെ മുന്നിൽ ധാരാളം പ്രപ്പോസൽ ഉണ്ടായാൽ അതിൽ ഏത് പ്രപ്പോസൽ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിലെ റിട്ടേൺ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക്കും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്ഡ്. ദ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആർ ഇവാലുവേറ്റഡ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓൺ ദ ബേസിസ് ഓഫ് ദി ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്. ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഇൻവോൾവ് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആർ ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്. ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ 3 പ്രപ്പോസലുകളാണ് ഉള്ളതെങ്കിൽ ആ 3 പ്രപ്പോസലിലും ഉള്ള ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് വെച്ചുകൊണ്ട് അതിലെ ഓരോ ക്രൈറ്റീരിയയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും അതിലെ ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുകയും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 3 ഡിസിഷൻസിലെ ഒന്നാമത്തെ ഡിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതിലെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷനും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താ ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റിലേറ്റ്സ് ടു എമൗണ്ട് ഓഫ് ഫിനാൻസ് ടു ബി റൈസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ്. നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം? ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോങ് ടേം സോഴ്സുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാം? ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ ദ ഫേം ആർ എന്തൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഉണ്ട്, ബോറോഡ് ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ന് പറയാവുന്നതാണ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ. അവിടെ ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്, നമ്മളവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമ്മളവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മളതിനെ വിളിക്കാറ്. ദെൻ രണ്ടാമത്തത് എന്താണ്? ബോറോഡ് ഫണ്ടാണ്. ഓൺഡ് ഫണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കഴിഞ്ഞാൽ രണ്ടാമത്തത് ബോറോഡ് ഫണ്ടാണ്. എന്താണ് ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? ബോറോഡ് ഫണ്ട് കൺസിസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് ആൻഡ് അതർ ഫോം ഓഫ് ഡെപ്റ്റ്. മറ്റുള്ള ഡെപ്റ്റ് നമ്മൾ ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെ എടുക്കുന്ന ലോൺ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ, കടമെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബോറോഡ് ഫണ്ടിൻ്റെ പരിധിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഫിനാൻസിങ് ഡിസിഷൻ. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫിനാൻസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ഫിനാൻസ് റൈസ് ചെയ്യുന്ന സമയത്ത്, ഫിനാൻസ് പ്രത്യേകിച്ച് ലോങ് ടേം ഫിനാൻസ് റൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്? വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന പോയിൻറ്റ്സ് ആണ് ഇതിൽ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് റിസ്ക്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയും കൂടി അതിൻ്റെ കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട്, ദെൻ അതിനെത്രത്തോളം റിസ്ക് വരുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ വരുന്ന മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് സംഭരിക്കാനുള്ള തുക, അത് സമാഹരിക്കാനുള്ള തുകയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് നോക്കണം, അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് നോക്കണം, അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എത്രത്തോളം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റുകളായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദി ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ, അത് റെസിപ്റ്റ്സ് ആയിട്ടും പേയ്മെൻറ്റ്സ് ആയിട്ടും എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടായിരിക്കണം, അതും ഒരു ഫാക്ടറായിട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമുക്കറിയാം നമ്മളെപ്പോഴും കൊടുക്കേണ്ടി വരുന്ന അല്ലേ, റെൻറ്റ് പോലെയുള്ള ബിസിനസ് നടത്തുന്ന ബിൽഡിംഗ് വാടകയ്ക്കോ മറ്റോ എടുത്തതാണെങ്കിൽ റെൻറ്റ്, അത്തരത്തിൽ നമ്മൾ ഫിക്സഡ് ചാർജസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിന് എന്നുള്ളതും ഈ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം വരുന്ന മറ്റൊരു പോയിൻ്റാണ് കൺട്രോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് ഒരു ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷെയർ വാങ്ങിയിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനിയും നമ്മൾ കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് നിലവിൽ ആ ഇക്വിറ്റി ഇപ്പം ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാനേജ് ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ അഡ്വേഴ്സായിട്ട് ഇഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അത് നമ്മൾ സാധാരണ പറയാം ഡയല്യൂട്ട് ചെയ്യപ്പെടും എന്നാണ് പറയാറ്. കൺട്രോൾ ഡയല്യൂട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആ പോയിൻറ്റും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ അവസ്ഥ എന്താണ്? അവർ നല്ല രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെയുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട്, രണ്ട് അതിൻ്റെ റിസ്ക് എത്രത്തോളം വരുന്നുണ്ട്, മൂന്നാമത്തെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നാലാമത്തേത് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, അഞ്ചാമത്തേത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ആറാമത്തേത് കൺട്രോൾ കൺസിഡറേഷൻ, ഏഴാമത്തേത് സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സാഹചര്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കാവുന്നതാണ്. ദെൻ അടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷനാണ്. എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ആദ്യം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അത് എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻറ്റിൻ്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ദ ഡിസിഷൻസ് ഇൻവോൾവ്ഡ് ഹിയർ ഈസ് ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ കമ്പനി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഡിസിഷൻ എന്നപ്പോൾ എന്താ ഇവിടെ ഒരു ഡിസിഷനായിട്ട് എടുക്കേണ്ടത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുമ്പം തന്നെ എത്ര ഭാഗം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ നമ്മൾ പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം. അതും അവസാനത്തെ പോയിന്റ് അതാ, ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. അപ്പോൾ ഇവിടെ തീരുമാനം വേണ്ടത് അവിടെയാണ്. എത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻ്റായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന അതേ സമയം തന്നെ എത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം. അപ്പം നിർബന്ധമായിട്ടും അവിടെ ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വളരെ ആലോചിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണോ? ഏണിങ്സ് ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഏണിങ്സ് ആണ്. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റുള്ള ഒരു സ്ഥാപനത്തിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നമുക്ക് വളരെ കുറഞ്ഞ എക്സ്പ്ലനേഷനിലൂടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. എന്താ രണ്ടാമത്തെ പോയിന്റ്? സ്റ്റെബിലിറ്റി ഏണിംഗ് ആണ്. നമ്മുടെ ഏണിങ്സിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏണിംഗ് ഉണ്ടാവണം. നമുക്ക് ഏതെങ്കിലും ഒരു വർഷം മാത്രം പ്രോഫിറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് ഒരു പ്രോഫിറ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം സ്റ്റെബിലിറ്റി ഏണിങ്സ് ഉണ്ടാവണം. സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ് അല്ലേ, ചില സ്ഥാപനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, നമ്മുടെ ബിസിനസ്സിൽ ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്? നമ്മുടെ ബിസിനസ്സിന് ധാരാളം ഇനിയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുകയും വീണ്ടും നമ്മുടെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് ആ റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ റിസർവ്സൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുള്ള ഒരു സ്ഥാപനം ആണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ 2-3 സാഹചര്യങ്ങളിൽ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഒരു ബിസിനസ്സിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ ഉണ്ട്, ക്യാഷ് ഇൻഫ്ലോ എത്രത്തോളം ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോസ് എത്രത്തോളം ഉണ്ട്, അതിന് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, അതും നമ്മുടെ ഡിവിഡൻഡ് എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്.
ചില ഷെയർ ഹോൾഡേഴ്സ് റെഗുലറായിട്ട് ഡിവിഡൻഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. ചില ആളുകൾ അങ്ങനെ റെഗുലറായിട്ട് കിട്ടണമെന്നില്ല, അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കരുതിയിട്ടുള്ള ആളുകളുണ്ടാവാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ 7ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടാക്സേഷൻ പോളിസിയാണ് അല്ലേ. നമുക്ക് ടാക്സുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് ഡിവിഡൻഡിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നയങ്ങളെയാണ് നമ്മളിവിടെ ടാക്സേഷൻ പോളിസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ടാക്സ് ഓൺ ഡിവിഡൻഡ് ഈസ് ഹയർ അല്ലേ, അപ്പോൾ ടാക്സ് ഓൺ ഡിവിഡൻഡ് ഏറ്റവും കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കമ്പനി വിൽ പ്രിഫർ ടു പേ ലെസ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ടാക്സ് ഓൺ ഡിവിഡൻഡ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ ഡിവിഡൻഡ് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പം ഈ ടാക്സേഷൻ പോളിസിയും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻസ്, നമുക്കറിയാം നമ്മുടെ കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻസ് കൃത്യമായി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ വാല്യൂവിലൊക്കെ തന്നെ വർധനവും അതേപോലെ തന്നെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ കുറവും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാവുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള പോയിൻറ്റും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഡിവിഡൻഡ് എത്ര ഡിക്ലെയർ ചെയ്യണം, എത്ര റീറ്റെയിൻ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ. അതോടൊപ്പം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ട് എന്നുള്ള പോയിന്റും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, നമുക്കറിയാം കമ്പനീസ് ആക്ട് പോലെയുള്ള നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനീസ് ആക്ട് പോലെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഡിവിഡൻഡ് എത്ര ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അവസാനമായി നമ്മൾ കോൺട്രാക്ച്വലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബോറോയിങ്സും ലോൺസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോൺസിൻ്റെയും ബോറോയിങ്സും ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ വല്ല ഇത്തരത്തിൽ ഡിവിഡൻഡ് ഡിക്ലറേഷനുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് നമ്മൾ വല്ല എഗ്രിമെൻറ്റിലും വല്ല കാര്യങ്ങളിലും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഡിവിഡൻഡ് എത്ര ഡിക്ലെയർ ചെയ്യണം. +2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? മണി റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്.